ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ മൂന്നാം ഭാവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മൂന്നാം ഭാവത്തെ സംബന്ധിച്ച് സഹോദരഭാവം എന്നാണ് പറയുന്നത്. ജാതകന്റെ സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് പ്രധാനമായും ഈ ഭാവം കൊണ്ടാണ്. 3, 7, 9, 11 ഈ ഭാവങ്ങളെ കൊണ്ടും സഹോദര കാര്യങ്ങൾ ചിന്തിക്കാം എന്നും ഉണ്ട്. ഇതുകൂടാതെ ജാതകന്റെ ധൈര്യം, സാമർഥ്യം, ഭക്ഷണം, പട്ടാള സേവനം, കൈപ്പട മുതലായ കാര്യങ്ങളെക്കുറിച്ചും മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. മൂന്നാം ഭാവത്തിൻ്റെ ശുഭങ്ങളും അശുഭങ്ങളും എങ്ങനെയുണ്ടാകുന്നു എന്ന് പറയാം. സഹോദരകാരകനായ ചൊവ്വയും മൂന്നാം ഭാവാധിപനും ഓജ രാശികളിൽ നിൽക്കുകയും, അതായത് പുരുഷ രാശികളിൽ നിൽക്കുകയും അംശിക്കുകയും ചെയ്യുക, മൂന്നാം ഭാവം പുരുഷ രാശിയാകുക, മൂന്നാം ഭാവത്തിലേക്ക് പുരുഷ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുക തുടങ്ങിയ ഗ്രഹസ്ഥിതി വന്നാൽ ജാതകന് സഹോദര യോഗം ഉണ്ടാകുന്നതാണ്. മൂന്നാം ഭാവം സ്ത്രീ രാശിയാകുകയും മൂന്നാം ഭാവാധിപനായ ഗ്രഹം സ്ത്രീ രാശിയിൽ നിൽക്കുകയും മൂന്നാം ഭാവത്തിലേക്ക് സ്ത്രീ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുകയും ഉണ്ടെങ്കിൽ ജാതകന് സഹോദരീ യോഗം ഉണ്ടാകും. ഈ ലക്ഷണങ്ങൾ മിശ്രമായി വന്നാൽ, അതായത് രണ്ടു വിധത്തിലും സംഭവിക്കുന്ന പക്ഷം ജാതകന് സഹോദരനും സഹോദരിയും ഉണ്ടാകുന്നതാണ്. അടുത്തത്, മൂന്നാം ഭാവാധിപൻ പുരുഷ രാശിയിൽ ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ സഹോദരനും, സ്ത്രീരാശിയിൽ സ്ത്രീഗ്രഹങ്ങളായ ചന്ദ്രന്റെയോ ശുക്രന്റെയോ ദൃഷ്ടിയിലോ യോഗത്തോടു കൂടിയോ മൂന്നാം ഭാവാധിപൻ നിൽക്കുന്നു എങ്കിൽ ജാതകന് സഹോദരിയും ഉണ്ടാകുന്നതാണ്. അടുത്തത്, മൂന്നാം ഭാവാധിപനും ഭാവത്തിന്റെ കാരകനായ ചൊവ്വയും പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയോടുകൂടി 12ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് സഹോദര നാശം ഉണ്ടാകുകയോ സഹോദരൻ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. പാപദൃഷ്ടിയോടുകൂടി ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിന്നാലും പാപഗ്രഹങ്ങൾ മറ്റ് പാപഗ്രഹങ്ങളാൽ ദൃഷ്ടി ചെയ്യപ്പെട്ട് മൂന്നാം ഭാവത്തിൽ നിന്നാലും ജാതകന് സഹോദര നാശമുണ്ടാകുകയോ സഹോദരൻ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. അടുത്തത്, രാഹുവിന്റെ ദൃഷ്ടിയോടുകൂടി ശനിയും ചൊവ്വയും ശുക്രനും കൂടി മൂന്നാം ഭാവത്തിൽ നിന്നാലും ജാതകന് സഹോദര നാശം ഉണ്ടാകുകയോ സഹോദരൻ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. നീചം പ്രാപിച്ച ചൊവ്വയും ബലവാനായ ശനിയും മൂന്നാം ഭാവത്തെ വീക്ഷിച്ചാലും ജാതകന് സഹോദരനാശമുണ്ടാകുകയോ സഹോദരൻ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്നതാണ്. എന്നാൽ മൂന്നാം ഭാവം സ്ത്രീഗ്രഹത്തിന്റെ ക്ഷേത്രമാകുകയോ മൂന്നാം ഭാവത്തിൽ ഏതെങ്കിലും സ്ത്രീഗ്രഹം നിൽക്കുകയും ചെയ്യുമ്പോൾ ജാതകന് സഹോദരികൾ 1 or 2 പേർ ഉണ്ടാകുന്നതാണ്. മൂന്നാം ഭാവാധിപനും ചൊവ്വയും ശുഭദൃഷ്ടി ഇല്ലാതെ 3, 6, 12 എന്നീ ഭാവങ്ങളിൽ നിന്നാൽ ജാതകന് സഹോദരന്മാർ ഉണ്ടാകുന്നതല്ല. മൂന്നാം ഭാവാധിപൻ രാഹു കേതുക്കളോട് ചേർന്ന് അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുകയും ചൊവ്വയ്ക്ക് പാപയോഗമോ പാപദൃഷ്ടിയോ ഉണ്ടാകുകയും ചെയ്താൽ ജാതകന്റെ ചെറുപ്പത്തിൽ തന്നെ സഹോദര നാശം സംഭവിക്കും. മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ മൂത്ത സഹോദരനും ശനി നിന്നാൽ ഇളയ സഹോദരനും നാശം ചെയ്യും. മൂന്നാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ
ഇളയ സഹോദരനും മൂത്ത സഹോദരനും നാശത്തെ ചെയ്യുന്നതാണ്. 3-ാം ഭാവത്തിൽ ശനിയോ ചൊവ്വയോ രാഹു കേതുക്കളോ തനിച്ചോ കൂട്ടുചേർന്നോ നിന്നാൽ സഹോദരനാശമോ സഹോദരൻ ഇല്ലായ്കയോ ഉണ്ടാകും. അടുത്തത് 3-ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുകയും ചൊവ്വ ബലവാനായി കേന്ദ്രഭാവങ്ങളിലോ ത്രികോണഭാവങ്ങളിലോ എവിടെയെങ്കിലും നിന്നാൽ ജാതകന് നല്ല സഹോദരങ്ങൾ ഉണ്ടായിരിക്കും. 3-ാം ഭാവവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9625232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.